ആ തുഴ വണ്ണം, തുഴ നീളം എന്ന് പറയുന്നത് അത് ആകെ ആഴത്തിൽ വെള്ളത്തിനകത്തേക്ക് അതിൻ്റെ ഒരു ഫോഴ്സ് ശക്തി ആലോചിച്ച് നോക്കൂ. ഈ വെള്ളത്തിൽ അത്ര ശക്തിയിൽ കീറി മുറിച്ച് കൊണ്ടുവന്ന് തുഴയെറിഞ്ഞ് വീണ്ടും ആകാശത്തേക്ക് ഉയർത്തി വീണ്ടും അതേ മട്ടിൽ തന്നെ ഈ വെള്ളത്തിനടിയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാം. ഒരു സെക്കൻഡ് എന്ന് പറയുന്ന തരത്തിലാണ് കാണുന്നത്. അപ്പോൾ അതായത് ഈ തുഴയുടെ ഈ ഭാഗം മുഴുവൻ വെള്ളത്തിനടിയിലേക്ക് പോകും. അതായത് ഈ രണ്ടാം പിടുത്തം അവിടെ മുതൽ താഴോട്ട് പൂർണ്ണമായും വെള്ളത്തിനടിയിൽ അതിശക്തമായി തുഴയെറിയുക എന്ന് പറയുന്നത് അവിടെയാണ്. തുഴയെറിഞ്ഞ് അവിടെ നിന്ന് വീണ്ടും അവിടെയാണ് മുമ്പ് മനു പറഞ്ഞ സംഘനൃത്തത്തിൻ്റെ സ്കോപ്പ് ഇരിക്കുന്നത്. അത്രമേൽ ചാരുതയോടെ, അത്രമേൽ മനോഹാരിതയോടെയാണ് ഒരേപോലെ ചെയ്യുന്നത്. എത്ര ദിവസത്തെ പരിശീലനമായിരുന്നു? 35 പരിശീലനമായിരുന്നു. 35. ഇത് 35-ാം ദിവസമാണോ? രാവിലെ ഒരു ദിവസം നിങ്ങളുടെ എങ്ങനെയാണ് റൊട്ടീൻ? വള്ളംകളി വന്നു കഴിയുമ്പോൾ 6:30 മുതൽ 8:30 വരെയൊക്കെ പ്രാക്ടീസ് ഉണ്ട്. എല്ലാ ദിവസവും ക്യാമ്പിൽ തന്നെയാണ് താമസവും അതോ പോവോ? ജൂഡോ ഇന്ത്യൻ പ്ലെയർ ആണ്. പേരെന്താ? സാംബോ എന്ന് പറഞ്ഞൊരു ഗെയിം. ശക്തിയും ഒച്ചയൊക്കെ ആകാന്നേ. സാംബോ എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്. എന്ത് ഫോർമാറ്റാണത്? റഷ്യൻ ആയോധനകല. നമ്മുടെ തൈക്കൊണ്ടോയൊക്കെ പോലെയാണോ? ഏകദേശം അതുപോലെയൊക്കെ തന്നെ. ഈ ഗുസ്തിയൊക്കെ പോലെ. ഓക്കെ. അതിലിപ്പോൾ ഇന്ത്യൻ ടീം അംഗമാണോ? കഴിഞ്ഞ ഏഷ്യൻ ഗെയിം മാച്ചിന് പോയിട്ടുള്ളത്? കഴിഞ്ഞ മത്സരം ചൈനയിലായിരുന്നു. ചൈനയിൽ വലിയ പുള്ളിയാ. ചൈനയിൽ നിന്ന് നേരെ മുന്നോട്ടൊക്കെ അയലോട്ടാ. ഇങ്ങനെ അങ്ങ് ഒറ്റ ചാട്ടവാ. ഒരു തൊപ്പിക്കാരൻ ചാടിക്കഴിഞ്ഞ് നിന്ന നിപ്പിലൊക്കെ ആളെ കാണാനില്ല. അവനു നോക്കുമ്പോൾ വെള്ളത്തിൽ നിന്നൊക്കെ പൊങ്ങി വരിക, വെള്ളത്തിലോട്ട് ചാടുക. എന്നാ കളിയാന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഇത് എത്രാമത്തെ തവണയാണ് വള്ളംകളിയിൽ? ഇപ്പോൾ 3-ാമത്തെ വർഷം. കഴിഞ്ഞ തവണ ഏത് ടീമിന് വേണ്ടിയിട്ടാണ് തുഴഞ്ഞത്? UBC കൈനകരിക്ക്. പേര് പറഞ്ഞില്ല. അഭിജിത്ത് കഴിഞ്ഞ തവണ UBC കൈനകരിക്ക് വേണ്ടിയായിരുന്നു. ഇത്തവണ കൈനകരിയുടെ തന്നെ വില്ലേജ് ബോട്ട് ക്ലബിന് വേണ്ടിയിട്ടാണ് തുഴയുന്നത്. ആദ്യത്തെ തവണയപ്പോൾ PBC പള്ളാതുരുത്തി വേറൊരു മാരക ടീമാണ് അല്ലേ? അപ്പോൾ എല്ലാം വമ്പൻ ടീമുകളുടെ ഒരു ക്യാച്ചാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? മനുവിന് കാര്യം പിടിയിട്ടില്ലേ? നമ്മൾ ഈ മറ്റേ IPL പറയുന്ന പോലെ. അപ്പോൾ അങ്ങനെ നല്ല സംഗതി പിടികിട്ടി നമുക്ക്.